ഗുഡ് മോർണിംഗ്. യാത്രയുടെ 13ാമത്തെ ദിവസമാണ്. നാളെ ഞങ്ങൾ ഇൻഷാല്ലാ കാശ്മീർ എത്തും. പഞ്ചാബിലാണല്ലേ, പഞ്ചാബിലെ ശ്രീ ശ്യാം വൈഷ്ണോ ധാബ. ശ്രീ ശ്യാം വൈഷ്ണോ ധാബ ഇവിടെ ഒരു ഫുഡ് സ്ട്രീറ്റ്, നല്ല സ്ട്രീറ്റാണ്. നമ്മൾ ഇവിടെ നിന്നാണ് ഇന്നലെ രാത്രിയും ഇന്നും കഴിച്ചത്. ഇന്നലെ കഴിച്ചത് അവിടെ നിന്ന് ഉച്ചക്കത്ത്. ഏതായാലും ഞങ്ങൾ നേരെ പോവാണ്. റൂമിൽ നിന്ന് ഇറങ്ങി ഞങ്ങളുണ്ട് അവിടെ ശർക്കര പോലെ ഒരു സാധനം. വണ്ടി കുട്ടപ്പനാക്കി ഞങ്ങൾ. വണ്ടി സർവീസ് ചെയ്തു, അലൈൻമെൻ്റൊക്കെ ചെയ്ത് സൂപ്പറാക്കിക്കുന്നു. ഞങ്ങൾ പോവാണ് നേരെ അമൃത്സർ വഴി പത്താങ്കോട്ട്. ഇന്ന് പത്താങ്കോട്ട് സ്റ്റേ ചെയ്യും. എന്നിട്ട് നാളെ നമ്മൾ കാശ്മീരിലേക്ക് പോകും. ഓക്കെ. ഗൈസ്, നമ്മൾ ഇന്ന് ബട്ടിൻ്റെ പോകുന്നതാ. പഞ്ചാബും ജമ്മു കാശ്മീരും തമ്മിലുള്ള ബോർഡർ ഇതാ കയറിയതാ. നമ്മൾ ജമ്മു കാശ്മീരിലേക്ക് പ്രവേശിക്കുകയാണ്. JNK പോലീസ് ഞങ്ങൾ ജമ്മു കാശ്മീരിലേക്ക് പ്രവേശിക്കുകയാണ്. ചെക്കിംഗ് ഒക്കെ ഉണ്ടാവും എന്തായാലും, കാരണം ഇലക്ഷനൊക്കെ ആണ്. അങ്ങനെ ലഡാക്ക് യാത്രയിലെ ഞങ്ങളുടെ 9ാമത്തെ സംസ്ഥാനം. ഞങ്ങൾ അതിൻ്റെ ഇടയിൽ ഹരിയാനയൊക്കെ ഒന്ന് കയറിനു. ഹരിയാനയിൽ ഇറങ്ങിയില്ല, ജസ്റ്റ് പാസ് ചെയ്ത് പോന്നു. ഞങ്ങൾ ജമ്മു കാശ്മീരിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഞങ്ങൾ ബോർഡർ കടന്നു. വെൽക്കം ടു ജമ്മു ആൻഡ് കാശ്മീർ. ഫ്രീലി ഒന്നുമില്ല. ഞങ്ങളേതായാലും പ്രവേശിച്ചു. ഞങ്ങളിനി ഇനിയുള്ള കത്തിക്കലും കളികളും ഇനി അങ്ങ് ജമ്മു കാശ്മീർ. പഞ്ചാബ് എന്ന സംസ്ഥാനത്തിന്റെ വാക്ക് എങ്ങനെ വന്നാ അറിയോ? സംസ്ഥാനത്ത് പഞ്ചാബ് അറിയോ? 5 നദികളെ പേരാണ്. 5 നദികളെ ഉൾക്കൊള്ളുന്ന അതായത് രവി, ചിനാബ്, ചലം, ബിയാസ്, വേറെ അത് ഒന്നുകൂടി ഉണ്ട്. ചലം പറഞ്ഞോ? അത് ഒന്നുകൂടി ഉണ്ടെന്ന് കമന്റ് ചെയ്യണേ. അപ്പോൾ നമ്മളിപ്പോൾ ബോർഡറിൽ ഉണ്ടായിന് രവിയാണ്. പഞ്ചാബിന്റെയും ജമ്മു കാശ്മീരിന്റെയും ബോർഡറിലുള്ളതാണ് രവി നദി. രവി നദി നമ്മൾ ക്രോസ് ചെയ്ത് അങ്ങനെ 9ാമത്തെ സംസ്ഥാനമായ ജമ്മു കാശ്മീരിലെത്തി. ഇനി ഞങ്ങളങ്ങനെ പോവാണ്. ഇന്ന് ജമ്മുവിൽ സ്റ്റേ ചെയ്യണമെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ നമുക്ക് ക്ഷീണമൊന്നുമില്ലെങ്കിൽ രാത്രി ഒരു അഡ്വഞ്ചർ ട്രിപ്പിന് നമുക്ക് മൂടുണ്ടെങ്കിൽ ഞങ്ങൾ ചിലപ്പോൾ ശ്രീനഗറിലൊക്കെ അവിടെ പോയിവിടും. അറിയാൻ പറ്റൂല. മനുഷ്യന്റെ കാര്യമാണ്. ഉഷാന്റെ കാര്യമാണ്. ഉഷാന്റെ കയ്യിലാണ്. ഇന്ന് 400 ഉള്ളു. നല്ലൊരു ഭക്ഷണം കിട്ടണ്ടേ ഗൈസ്? കുറെ ദിവസത്തിന് ശേഷം ചായ കുടിക്കാൻ പോവാണ്. ഇവിടെ കുറെ കടിയൊക്കെ ഉണ്ട്. ഫുള്ള് ബോളാ, മുളക്, വേറെ എന്തൊക്കെ ഉണ്ട്. കുറെ ദിവസം നല്ലൊരു ചായ കുടിച്ചിട്ട് ഞങ്ങളിവിടെ ചായ പറഞ്ഞിട്ടുണ്ട്. കേരളം വിട്ടതിന് ശേഷം നല്ലൊരു ചായ കിട്ടിയില്ല. ഒരു ചായ ഗൈസ്. നാഷണൽ ഹൈവേ 44 കൂടാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിന്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ജമ്മു പത്താൻകോട്ടിൽ നിന്ന് ജമ്മുവിലേക്ക് കയറിയപ്പോഴേക്ക് ഫുള്ള് പണിയാണ്. കുറച്ച് സ്ഥലം പണിയില്ലാത്തതുണ്ട്, അവിടെ ഒന്നും പണിയില്ല. നാഷണൽ ഹൈവേ 44 എല്ലാവർക്കും അറിയാൻ മതി. ഇന്ത്യയിലെ ഏറ്റവും വലിയ റോഡാണ് നാഷണൽ ഹൈവേ ആണ് 44. ഇന്ത്യയുടെ സൗത്തിൻ്റെ എൻ്റെ ആയിട്ടുള്ള കന്യാകുമാരി മുതൽ നോർത്തിൽ ശ്രീനഗർ വരെ നീണ്ടു നിൽക്കുന്ന നാഷണൽ ഹൈവേ ആണ്. ഏകദേശം 4112 കിലോമീറ്ററാണ് ഇതിൻ്റെ ദൂരം. അപ്പോൾ നമ്മൾ 44 ഇപ്പോഴാണ് കയറിയത്. എന്നാലും പണി ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് 6 വരിപ്പാത ആക്കുകയാണെന്നൊരു സംശയമുണ്ട്. 6 വരിപ്പാത അല്ലേ? ഇപ്പോൾ ഏതായാലും 4 ആണല്ലോ. 6 വരിപ്പാത ആക്കുകയാണ്. അപ്പോൾ പണി അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ജമ്മു ടു ശ്രീനഗർ ഏകദേശം പണിയൊക്കെ കഴിയാനായിട്ടുണ്ട്. ടണലുകളൊക്കെ നിർമ്മിച്ച് ഇപ്പോൾ ജമ്മുവിൻ്റെ താഴോട്ടുള്ള പണികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം
ജമ്മുവിലെത്തിയിട്ട് റൂം എടുക്കണം എന്നൊക്കെയാണ് വിചാരിച്ചത്. മട്ടം പോലെ ചെയ്യും. നമ്മളങ്ങനെ പോവാണ്. ഇവിടെ ഇലക്ഷനാണ് അനന്ത്നാഗിൽ ലാസ്റ്റ്, അതായത് ജമ്മു കാശ്മീരിലെ ലാസ്റ്റ് ഫേസ് ഇലക്ഷനായിട്ട് 24-ന് അനന്ത്നാഗിൽ ഇലക്ഷനൊക്കെ ഉണ്ട്. അപ്പം പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല വിചാരിക്കും. ഇന്നലെ ബ്ലോക്കൊക്കെ ആയിരുന്നു ശ്രീനഗറിലേക്കുള്ള വഴി. ഇപ്പോൾ സമയം 6:45. സൂര്യൻ അത്രയും മേലെയാണ്. നിങ്ങൾക്ക് അറിയുന്ന പോലെ ജമ്മു കാശ്മീരിലേക്ക് കയറിയാൽ നമ്മളെ നാട്ടിലെ പ്രീപെയ്ഡ് സിമ്മുകളൊന്നും വർക്ക് ചെയ്യൂല. ഒന്നുകിൽ നമ്മുടെ കയ്യിൽ പോസ്റ്റ് പെയ്ഡ് സിം വേണം, അല്ലെങ്കിൽ ഇവിടെ എത്തിയിട്ട് ഇവിടുന്ന് വേറെ സിം എടുക്കണം. ഇവിടെ റേഞ്ച് ഉണ്ടാവുക മിക്കവാറും എയർടെലിനായിരിക്കും റേഞ്ച് താരതമ്യേന കൂടുതൽ. ബാക്കിയുള്ളതൊക്കെ വളരെ കുറവാണ് നെറ്റ്വർക്ക്. എല്ലാവർക്കും അറിയാൻ മതി, എന്നാലും ചെറിയൊരു ഇൻഫർമേഷൻ തന്നതാണ്. ഗുഡ് മോർണിംഗ്. യാത്രയുടെ 15ാമത്തെ ദിവസമാണിന്ന്. ജമ്മുവിലെ റൂമിൽ നിന്ന് ഇറങ്ങി ഞങ്ങൾ നാഷണൽ ഹൈവേ 44 കയറിയിന്. നാഷണൽ ഹൈവേ 1 ഇപ്പോൾ പുതിയ പേരാണ്, നാഷണൽ ഹൈവേ 1. ഞങ്ങൾ ഭൂമിയിലെ സ്വർഗം കശ്മീരിലേക്ക് പോവാണ്. പോലീസ് അയ്യാട്ടിനെല്ലാം വിട്ടാൽ മതി. ശ്രീനഗർ എത്തിയാൽ മാത്രമാണ് ഭൂമിയിലെ സ്വർഗത്തുന്നത്. ജമ്മുവിലെത്തുമ്പോൾ സ്വർഗ്ഗമാവില്ല, സ്വർഗത്തിൻ്റെ താഴത്തെത്തി. നമ്മളേതായാലും പോവാണ്. ഇവിടെ റോഡ് പണി ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ടല്ലേ. ഇത് 60 ഇപ്പോൾ ഉള്ളത് നല്ല റോഡാണല്ലോ. അല്ല, ഏകദേശം 250 കിലോമീറ്റർ ഉണ്ട്. 250 കിലോമീറ്റർ, ഒരു 500-ന്റെ ദൈർഘ്യം നമ്മൾ കാണണം. ഏത് സമയവും ബ്ലോക്ക് അങ്ങനെ എന്തും നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ ഒന്നും ഇല്ലാതെ കട്ടെ. അങ്ങനെ മനോഹരമായ കാഴ്ചകൾ ഇനി കണ്ടുകൊണ്ട് കാശ്മീരിലേക്ക്. പോയിക്കൊണ്ടിരിക്കുന്നതാണ് ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജി ടണൽ റോഡ്. നാഷണൽ ഹൈവേ 44 റോഡാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ലോങ്ങസ്റ്റ് ആയിട്ടുള്ള ടണൽ റോഡാണ്. ഏകദേശം 9.5 കിലോമീറ്ററോളം നീളമുണ്ട്. ജമ്മുവിൽ നിന്ന് ശ്രീനഗറിലേക്ക് പോകുമ്പോൾ ഏകദേശം 30 കിലോമീറ്ററോളം ഈ ടണൽ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ലാഭിക്കാനും പറ്റും. 2 മണിക്കൂർ സമയം ലാഭിക്കാം. പാത്തിനി ടോപ്പ്, കുത്, പിന്നെ ബത്തോട്ടെ എന്ന് പറഞ്ഞ 3 സ്ഥലങ്ങളാണ് ഈ ടണലിൽ കൂടെ നമ്മൾ കവർ ചെയ്ത് പോകുന്നത്. ചെന്നൈന്നാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുക. ചെന്നൈ പറഞ്ഞ സ്ഥലത്ത്, ചെന്നൈ അല്ലല്ലേ, ചെന്നൈ. ഏതായാലും ജവഹർലാൽ നെഹ്റുവിന്റെ സമയത്ത് ക്യാബിനറ്റിലുണ്ടായിരുന്ന
ശ്യാം പ്രസാദ് മുഖർജി, അന്നത്തെ വ്യവസായ മന്ത്രിയായിരുന്നു. മൂപ്പരെ പേരിലാണ് ഈ ടണൽ അറിയപ്പെടുന്നത്. ഏതായാലും ഫുള്ളി ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള അടിപൊളി എല്ലാവിധ സെറ്റപ്പും ഉള്ള ഒരു ടണലാണിത്. 2011 പണി തുടങ്ങിയിട്ട് 2017 ഇത് അവസാനിക്കുന്നത്. 6 വർഷത്തോളം എടുത്തു ഇതിൻ്റെ പണി തീർക്കാൻ വേണ്ടിയിട്ട്. പോയിക്കൊണ്ടിരിക്കുന്നത് ചിനാബ് നദിയുടെ തീരത്തൂടാണ്. താഴെ കാണാൻ പറ്റും, കുത്തിയൊലിച്ച് പോവാണ് നദി. അപ്പം മഞ്ഞുരുകിയിട്ട് നല്ലോണം വെള്ളമുണ്ട്. കാണാൻ പറ്റും, നല്ല ഒഴുക്കാണ്, കുത്തിയൊലിക്കുക. നേരെ താഴെ ചിനാബ് നദിയാണ്, നല്ല വെള്ളമുണ്ട്. ഇതിന് മുമ്പ് പ്രാവശ്യമൊക്കെ വന്നേരം ഇതിങ്ങനെ കുറച്ച് വെള്ളം, തെളിഞ്ഞ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു. ഒരു സൈഡിൽ അതിമനോഹരമായ ചെറിയ ചെറിയ പട്ടണങ്ങൾ, ഗ്രാമങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. പട്ടണങ്ങളല്ല, ചെറിയ ഗ്രാമങ്ങൾ. ചിനാബ് നദി നമ്മൾ ഹിമാലയത്തിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. ചന്ദ്രഭാഗ എന്ന 2 നദികൾ കൂടി ചേർന്നാണ് ചിനാബ് നദിയായിട്ട് മാറുന്നത്. ഹിമാചൽ പ്രദേശിലെ ഹിമാലയൻ ഭാഗങ്ങളിൽ നിന്നാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. പഞ്ചാബിലെ പ്രധാനപ്പെട്ട 5 നദികളിൽ ഒന്നാണ് ചിനാബ്. ഏകദേശം 2000-ഓളം കിലോമീറ്റർ ദൈർഘ്യമുള്ള നീളമുള്ളൊരു നദിയാണ്. ഹിമാചൽ പ്രദേശ്, ജമ്മു, പഞ്ചാബിലൂടെ ഒക്കെ ഒഴുകി അവസാനം ഇത് പാകിസ്ഥാൻ വഴി ഇന്ത്യൻ മഹാസമുദ്രത്തിൽ എത്തിച്ചേരുന്ന ഒരു നദിയാണ്. പോകുന്ന റോഡിന്റെ ലെഫ്റ്റ് സൈഡിലാണ് ഒരു ചെറിയ നദി കാണാം, തെളിഞ്ഞ വെള്ളമാണ്. ഇത് ഹിമാലയത്തിൽ നിന്ന് ഉരുകി വരുന്ന ഭാഗങ്ങളിലൊക്കെ ഉരുകി വരുന്ന ഇത് അവസാനം ചിനാബിലേക്ക്. ചിനാബ് ഇപ്പോൾ തിരിഞ്ഞു പോയി താഴോട്ട് പഞ്ചാബിലേക്ക്. അപ്പോൾ ചിനാബിലേക്ക് കൂടുന്ന ചിനാബിൻ്റെ ഒരു ട്രിബ്യൂട്ടറി റിവറാണിത്. നോക്കി അപ്പുറത്തുള്ള മലകളിലൊക്കെ വീടുകൾ, ആ വൈറ്റ് ഒരു തിളങ്ങുന്ന കണ്ടോ, മലേൻ്റെ മേലെ ഏറ്റവും ടോപ്പിലൊക്കെ അതൊക്കെ വീടുകളാണ്. ഇവിടെ തന്നെ ആൾക്കാർ താമസിക്കുന്നു പോകുന്നു. റോഡൊക്കെ ഉണ്ടായില്ലേ, ചെറിയ ചെറിയ റോഡുകളുണ്ട്. ആൾക്കാർ അവിടെയൊക്കെ താമസിക്കുന്നു. നോക്കിയാൽ ഓരോ വീട് കാണാൻ, തിളങ്ങുന്ന ഓരോ സാധനവും വീടുകളാണ്. വീടിൻ്റെ മേലിട്ട ഷീറ്റാണ് തിളങ്ങുന്നത്. 2-3 മണിക്കൂർ നേരത്തെ ബ്ലോക്ക് കഴിഞ്ഞ്, ബനിഹാലത്തെ ബ്ലോക്ക് കഴിഞ്ഞ്, ബനിഹാൽ ടൗൺ കഴിഞ്ഞ് ടണൽ കയറി പോവാണ്. ഇനി ഏകദേശം ഒരു 1.5 മണിക്കൂറോളം യാത്ര ചെയ്ത് ശ്രീനഗറിലെത്തും. 19 കിലോമീറ്റർ നമ്മളെ ഗാസിയാബാദ് ബനിഹാൽ ടണലിൽ കയറി. ഏകദേശം ശ്രീനഗർ എത്താനായി. ഭയങ്കര ഭംഗിയാണ് കാണാൻ. മഞ്ഞുകാലത്തൊക്കെ നമ്മൾ അവിടെ വന്നാൽ മലകളൊക്കെ മഞ്ഞുകൊണ്ട് മൂടി കിടക്കുന്ന മലകളാണ്. ഭയങ്കര ഭംഗിയാണ്, ഭയങ്കര ഭംഗി, നല്ല പച്ച.